വെൽക്കം ടു വെൽസിലാസ് കിച്ചൺ. നാളെ തിരുവാതിരയുള്ള ധനുമാസത്തെ തിരുവാതിര. എല്ലാവർക്കും തിരുവാതിര പാലക്കാടൊക്കെ കൂവയെ കൊണ്ടുള്ളൊരു ഐറ്റം ഉറപ്പായിട്ടും ഉണ്ടാക്കും. കൂവ വിരകുക അല്ലെങ്കിൽ കൂവ കൊണ്ടുള്ളൊരു ഹൽവ എന്ന് പറയും. അപ്പം അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ 250 ഗ്രാമിൻ്റെ ഒരു കപ്പ് കൂവപ്പൊടി, അതേമാതിരി വെല്ലം വന്നിട്ട് ഇതും 200 ഗ്രാംസ് ഉണ്ടാവും. മധുരം കടും മധുരം വേണമെങ്കിൽ ഒരു അച്ചും കൂടി ഇടുക, അത് കറക്റ്റായിരിക്കും ഇതിലേക്ക്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഗ്ലാസ് പാല് വേണം. അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. പാലും വെള്ളവും ഒഴിക്കുന്നത്. ആദ്യം നമുക്ക് ഈ വെല്ലം ഒന്ന് ഉരുക്കിയിട്ട് അതിൻ്റെ കല്ലൊക്കെ കളഞ്ഞിട്ട് വയ്ക്കും. അപ്പോൾ ഞാൻ ആ വെല്ലത്തിനെ ഒന്ന് പൊടിച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച ശേഷം പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. എല്ലാം അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് നല്ലപോലെ ഒന്ന് ആറട്ടെ. ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ പൂളി വെച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്യൂ നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് മാത്രം ഇട്ടാലും ധാരാളമായി. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പാല് ഈ കൂവിയിൽ മിക്സ് ചെയ്യണം. ഞാൻ മിക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഈ വെല്ലപ്പാവിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അതും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ കലക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാനിൽ. ഗ്യാസിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ശരിക്കും അലുവട ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ കൂവ കുറച്ച് ലൂസായിട്ടും നമ്മൾ പാലക്കാടൊക്കെ കൂവ വിരകുക എന്നാണ് പറയുക. ലൂസായിട്ടും ഉണ്ടാക്കും. ഇത് ശരിക്കും നമുക്ക് മുറിച്ചെടുത്തിട്ട് ഹൽവ മാതിരി ഉണ്ടാക്കും. ഇതിൽ നമുക്ക് ഈ തേങ്ങ കടിക്കണത് നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ കുറച്ച് ചിരകിയ തേങ്ങ ഇടണം. അത് ഞാൻ നമ്മൾ ഇത് കൂവപ്പൊടി കലക്കുമ്പോൾ കാണിച്ചു തരാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കാഷ്യൂ ഇട്ട് കൊടുക്കുക. തേങ്ങയും കാഷ്യൂവും കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂവ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതുണ്ട്. കാരണം തേങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത്. പിന്നെ ഈ എടുത്ത് വെച്ച പാലുണ്ടല്ലോ, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടുപ്പത്ത് വയ്ക്കാം. പാല് ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളവും മിക്സ് ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാനിത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തു. കാരണം ഈ തേങ്ങയിലത്തെ പാലും എല്ലാം അതിലേക്ക് വരട്ടെ. ഇത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ആ പാലും വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർക്ക് അത് ഒഴിക്കാം. അതിന് പുറമെ ഞാനിപ്പോൾ ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉരുക്കി വെച്ച ആ വെല്ലം ഉണ്ടല്ലോ, അതിപ്പോൾ ഒരു 1.5 ഗ്ലാസ് ഉണ്ടാവും ഇതിൽ. ഇതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം. അത് അരിച്ചെടുത്ത് വെച്ച വെല്ലമാണ്. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് ആവുമ്പോഴേക്കും നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് വയ്ക്കാം. പ്ലേറ്റിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾക്ക് നല്ല കടും മധുരം വേണമെങ്കിൽ 1 or 2 അച്ച് വെല്ലം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനേക്കാളും ഇതിപ്പോൾ കറക്റ്റ് നമുക്കൊക്കെ ഒരു ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ അവർക്കും കഴിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് മധുരം ഒന്ന് കമ്മിയാക്കിയത്. ഓരോ പീസെങ്കിലും കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. ഇത് കണ്ടോ കട്ടയാവാൻ തുടങ്ങിയത്. കുറച്ചും കൂടി കട്ടയായിട്ടുണ്ട്. കട്ടിയായിക്കൊണ്ടേ വരുന്നുണ്ട്. കണ്ടോ
കുറച്ചുകൂടി ആയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് എളുപ്പം, അല്ലെങ്കിൽ ഉരുളിയിലാണ് സാധാരണ ഇത് ഉണ്ടാക്കൽ. ഇതിൻ്റെ ഓരോ സ്റ്റേജസ് ആയിട്ട് കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക്. ഞാൻ കുറച്ച് സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, നല്ലപോലെ വേവട്ടെ വെച്ചിട്ട്. കൂവ വേഗം വേവും. ബാക്ക് സൈഡ് ഇങ്ങനെ വരണം. ഈ സമയത്ത് ഈ വറുത്ത് വെച്ച ഈ കാഷ്യൂ നെയ്യോട് കൂടിയിട്ട് വയ്ക്കുക. തേങ്ങയും കാഷ്യൂ ഒക്കെ നല്ലപോലെ മിക്സ് ആവട്ടെ. സിമ്മിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി തിളക്കിയാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മുറിച്ചെടുക്കാം. ഇത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പിൽ വരും. ഞാനെല്ലാം മുറിച്ചിട്ടുണ്ട്. ഇതങ്ങനെ കിട്ടും നമുക്ക് ശരിക്കും ഹൽവ ഷേപ്പിൽ. അങ്ങനെ തിരുവാതിര കൂവ ഹൽവ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻസ് അറിയിക്കണം. ഇതേ മെഷർമെൻറ്റ് വെച്ച് മതി. ഇനി ഞാൻ പറഞ്ഞ മാതിരി കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ 2 അച്ച് വെല്ലം കൂടിയിട്ട് ആഡ് ചെയ്തു.